ഇന്ന് ബിരുദം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റ് സഭാവാസികൾ, ജാമിഅ നൂരിയ അറബി കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന മഹാസമ്മേളനമാണ് ജാമിയയുടെ അങ്കണത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ തുടക്കം കുറിക്കപ്പെട്ട ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സോടെ ഇവിടെ സമാപിക്കുകയാണ്. കേരളീയ സമൂഹത്തിന് മാത്രമല്ല, ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ വൈജ്ഞാനിക മേഖലയിൽ ഒരു മാതൃകാ സ്ഥാപനമായി വളരുവാൻ ജാമിഅ നൂരിയ അറബി കോളേജിന് സാധിച്ചിട്ടുണ്ട്. 50 ആണ്ടുകൾക്ക് മുമ്പ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദഫലമായിട്ടാണ് ജാമിഅ നൂരിയ അറബി കോളേജ് സ്ഥാപിതമാകുന്നത്. ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിൽ പണ്ഡിതന്മാർ ഉണ്ടാകണം, പണ്ഡിതന്മാരുടെ നിലനിൽപ്പ് അനിവാര്യമാണ് എന്ന് സമുദായം തിരിച്ചറിഞ്ഞ ഒരു വേളയിലാണ് ജാമിഅ നൂരിയ അറബി കോളേജിന് ബീജാവാപം ചെയ്യപ്പെടുന്നത്. മഹാനായ ഖൈബുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ദീർഘദർശനത്തോടെയുള്ള പരാമർശങ്ങൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുക്കുകയായിരുന്നു. അന്നേവരെ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കുമൊക്കെ സഞ്ചരിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം. ദാരിദ്ര്യവും മറ്റു പിന്നോക്കാവസ്ഥകളും കേരളത്തിലെ പാവപ്പെട്ട മതവിദ്യാർത്ഥികൾക്ക് ദീർഘദൂരം സഞ്ചരിച്ച് മതവിദ്യാഭ്യാസം നേടാൻ സാധിക്കാതെ ഒരവസ്ഥയിൽ അത് തുടർന്നുകൊണ്ടായി മതവിദ്യാഭ്യാസം ഇവിടെ മതവിദ്യാഭ്യാസത്തിന്റെ പിന്തുടർച്ച ഇവിടെ ഇല്ലാതാകുമെന്നും അതിനെ പരിഹരിക്കാൻ കേരളത്തിൽ തന്നെ ഒരു മത ബിരുദദാന സ്ഥാപനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുമായിരുന്നു മഹാനായ ബാഫക്കി തങ്ങളുടെ ദീർഘദർശിത്വം. അത് അംഗീകരിക്കുവാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തയ്യാറായി. ബഹുമാന്യരായ പണ്ഡിതവര്യന്മാരുടെ ശിക്ഷണത്തിന് കീഴിൽ അവരുടെ മാർഗനിർദ്ദേശമനുസരിച്ച് ഉമറാക്കളും അവർക്ക് പിന്നിൽ അണിനിരക്കുകയുണ്ടായി. ഇന്ന് കേരളം ജാമിഅ കൊണ്ട് അഭിമാനിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെ മക്കയായി പൊന്നാനി അറിയപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. സാമ്രാജ്യത്തിന്റെ കടന്നുവരവോടെ ആ ഒരു സ്ഥിതിവിശേഷം ഇവിടെ നഷ്ടപ്പെടുകയായിരുന്നു. അവിടെയാണ് ജാമിഅ സ്ഥാപിതമാവുകയും ഇന്ന് ലോകമാസകലം അതിന്റെ സുഗന്ധം പരത്തിക്കൊണ്ട് ജാമിയയുടെ ശിഷ്യഗണങ്ങളാൽ ലോകമാസകലം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രഭവ കേന്ദ്രമായി നമ്മുടെ മഹാസ്ഥാപനത്തിന് വളരുവാനും സാധിച്ചത്. വാസ്തവത്തിൽ ജാമിഅ കേരളക്കര ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സ്ഥാപനമാണ്. ജാമിഅ അത് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ പര്യായ പദമായിട്ടാണ് ഇന്നറിയപ്പെടുന്നത്. മക്കയിൽ അല്ലെങ്കിൽ സൗദിയിൽ ജാമിഅ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയാണ്, ഈജിപ്തിൽ ജാമിഅ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയാണ്, ഡൽഹിയിൽ ജാമിഅ മില്ലിയാണ്, കേരളത്തിൽ ജാമിഅ നൂരിയ അറബിയാണ് ഈ മഹത്തായ സ്ഥാപനമാണ്. വിജ്ഞാനത്തിന്റെ ഒരു പര്യായമായി ജാമിയയെ വളർത്തിയത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദീനീ സ്നേഹികളായ
സമുദായ സ്നേഹികളായ സഹോദരങ്ങളാണ്. ഈ സന്ദർഭത്തിൽ മഹാനായ ബാപ്പു ഹാജിയെ നമ്മൾ ഹൃദയപൂർവ്വം അനുസ്മരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഏറ്റവും ആദ്യം മുന്നോട്ട് വന്ന വിശിഷ്ട വ്യക്തിത്വം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹായത്തിനു വേണ്ടി ആദ്യമായി മുന്നോട്ട് വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർക്കുന്നു. എന്നതുപോലെ ഈ മഹത്തായ ദീനീ സ്ഥാപനത്തെ സർവ വിധത്തിലും സഹായിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി ഒരുവിധ ഭൗതിക താല്പര്യവും പ്രകടിപ്പിക്കാതെ ആത്മാർത്ഥമായി മുന്നോട്ട് വന്ന മഹാനായ ബാപ്പു ഹാജി അവർകൾ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടത്തെ വിശാലമാക്കുമാറാകട്ടെ, ആശ്രത്തിന് വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെപ്പോലെയുള്ള ഒട്ടനവധി ആളുകൾ പിന്നീട് ഈ സ്ഥാപനത്തെ വളർത്തുവാൻ മുന്നോട്ട് വന്നു. കാരണം അവരുടെയൊക്കെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല. ഇവിടെ പരിശുദ്ധ ദീനിന്റെ പിന്തുടർച്ച അത് നിർവഹിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ലോകത്ത് എവിടെയെല്ലാം ഇൽമിന്റെ പിന്തുടർച്ച ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിക സമൂഹം ഏറെ മുന്നേറിയിട്ടുണ്ട്. പൗരാണിക കാലം അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ആ സാക്ഷ്യം നിർവഹിക്കപ്പെടുന്ന ഉന്നത സ്ഥാനമായി നമ്മുടെ കേരളത്തെ നമുക്ക് ലോക മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഇന്ന് ലോകതലത്തിൽ മുസ്ലിങ്ങൾ പലയിടത്തും ചിതറിപ്പോകുന്നുണ്ട്, പലയിടത്തും അവർ അവഗണിക്കപ്പെടുന്നു, പലരാലും അവരെ പീഡിപ്പിക്കപ്പെടുന്നു. അവിടുത്തെ വർത്തമാനകാല സാഹചര്യം പരിശോധിക്കുമ്പോൾ വിജ്ഞാന മേഖലയിൽ, ഇൽമിന്റെ മേഖലയിൽ അത്തരം പ്രദേശങ്ങളൊക്കെ പുറന്തള്ളപ്പെട്ടു പോയി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നിന്നും വ്യത്യസ്തമായി കേരളീയ സമൂഹത്തിൽ മുസ്ലിം സമൂഹം ആത്മവിശ്വാസത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നിറഞ്ഞ ഉദാഹരണങ്ങളായി കേരളീയ സമൂഹം ജീവിക്കുന്നു. ഇവിടെ ദീനീ വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യവും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. വിജ്ഞാന സ്രോതസ് നമ്മളെ ഒറ്റിപ്പോകുവാൻ അനുവദിക്കുന്നില്ല. ഒരുപക്ഷെ ജാമിഅ നൂരിയ അറബിക് കോളേജ് അന്ന് സ്ഥാപിതമായിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ വിജ്ഞാന സ്രോതസ് ഇവിടെ പറ്റിപ്പോകുമായിരുന്നു. എന്നാൽ മഹോന്നതരായ നേതാക്കന്മാരുടെ ദീർഘദർശനം ആ വിജ്ഞാന സ്രോതസ്സിനെ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ജാമിയയിൽ നിന്നാണ് പിന്നീട് ഒട്ടനേകം സ്ഥാപനങ്ങൾ ഇവിടെ വളർന്നു. ജാമിയയുടെ ചുവട് പിടിച്ചുകൊണ്ട് ങ്ങളിലേക്കും ആ നന്മകൾ വ്യാപിക്കുന്നു. കേരളം അതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല മതേതര സംസ്ഥാനമായി മതസൗഹാർദ്ദം നിലനിൽക്കുന്നതുകൊണ്ട് വിജ്ഞാനം നൽകുന്ന ആ വലിയ ഉൾക്കാഴ്ച അതനുസരിച്ച് ഇവിടുത്തെ ജീവിതം, മുസ്ലിം ജീവിതം കെട്ടിപ്പടുക്കപ്പെടുന്നു. അതിനെ നിഷേധിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അദ്ദേഹം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം പല നിലക്കും പരിശോധിച്ചപ്പോൾ അവിടെ നാം വിട്ടുവന്ന സൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹിഷ്ണുതയുടെ അടിവേരുകളെ സച്ചാറിന് കാണാതിരിക്കുവാൻ സാധിച്ചില്ല. ആ അടിവേരുകൾ അതിവിടെ ആഴത്തിലേക്ക് ഇറങ്ങണം. അതിലൂടെ ഇനിയും ഒരുപാട് ഹരിതാഭമായ വൃക്ഷലതാദികൾ ഇവിടെ വളർന്നു വരണം. ആ അടിവേരുകൾ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിലൂടെ വളർന്നു വരണം എന്ന് അദ്ദേഹം മുൻകൂട്ടി കാണുകയും ആ നിലക്ക് ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുവാൻ തന്റെ റിപ്പോർട്ടിലൂടെ അദ്ദേഹം മുന്നോട്ട് വരികയും ചെയ്തു. ഭാഗ്യവശാൽ ഗവൺമെന്റ് ഉൾക്കാഴ്ചയോടെ സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളെ പാലിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതിന് മുസ്ലിം സമൂഹം ഏറെ ആശ്വസിക്കുകയാണ്, തൃപ്തി അടയുകയാണ്. അപ്പോ രാജ്യത്തെ ബുദ്ധിജീവികൾക്കും അവരുടെ ചിന്തമണ്ഡലത്തിലേക്കും വെളിച്ചം വീശുവാൻ ഇവിടുത്തെ മതവിദ്യാഭ്യാസ ദൗത്യങ്ങൾ സഹായകരമായിട്ടുണ്ട് എന്നാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്.
ആ മേഖലയിൽ പ്രഥമ സംരംഭമായി വാർത്തെടുക്കപ്പെട്ട മഹനീയമായ ഒരു സ്ഥാപനത്തിന്റെ മഹത്തായ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തെ സഹായിച്ച, ഇതുമായി സഹകരിച്ച ഒട്ടനവധി വ്യക്തിത്വങ്ങൾ, പ്രസ്ഥാനങ്ങൾ, അവയെല്ലാം ഇവിടെ നന്ദിപൂർവം അനുസ്മരിക്കുകയാണ്. 5700-ലേറെ യുവപണ്ഡിതന്മാരെ വാർത്തെടുത്തു കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണിത്. ഇന്നിപ്പോൾ 215 യുവപണ്ഡിതന്മാർക്ക് ഇവിടെ ബിരുദം നൽകപ്പെടുകയാണ്, ഫൈസി ബിരുദം നൽകപ്പെടുകയാണ്. ഓരോ ഫൈസിയും ക്രിയാത്മകതയുടെ വക്താവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ വെറുതെ ഇരിക്കുന്നില്ല. ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഓരോ ഫൈസിയും മതപ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനപൂർവം നമുക്ക് അനുസ്മരിക്കുവാൻ സാധിക്കുന്നു. ഇന്നിവിടെ നമ്മൾ ബിരുദം സനത് നൽകുന്ന ഇവിടുത്തെ ഓരോ യുവപണ്ഡിതരും ആ ഉത്തരവാദിത്വ ഭാരം നിറവേറ്റും എന്നുള്ള പ്രതിജ്ഞയോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരെ കാത്ത് കേരളത്തിന്റെ മഹല്ലുകൾ കാത്തിരിക്കുന്നു, ഇന്ത്യയുടെ മഹല്ലുകൾ കാത്തിരിക്കുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ജ്ഞാന സംരംഭങ്ങൾ അവരെ കാത്തിരിക്കുന്നു എന്നുള്ള ഉത്തരവാദിത്വം അവരിലുണ്ട്. അതിനവരെ പര്യാപ്തമാക്കുന്ന വിധത്തിലുള്ള സിലബസ് സംവിധാനത്തിലൂടെയാണ് ഇവിടെ അവരെ പഠിപ്പിച്ചെടുക്കുന്നതും ഫൈസിയായി അവരെ വാർത്തെടുക്കപ്പെടുന്നതും. അവർക്ക് സന്നദ്ധ നൽകുന്ന മഹനീയമായ ഈ സന്ദർഭത്തിൽ അതിന് സാക്ഷിയാകുവാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എന്റെ ഉത്തരവാദിത്വം ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. വളരെ പ്രമുഖയാത്വങ്ങൾ നമ്മുടെ ഈ സമ്മേളനത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി പ്രാർത്ഥന സമർപ്പിച്ച നമുക്ക് പ്രാർത്ഥന നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട ശൈഖുന സി കോയക്കുട്ടി മുസ്ലിയാർ അവറുകൾ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ സമാദരണീയരായ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. രണ്ടാമതായി അധ്യക്ഷം വഹിക്കുന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി ശൈഖുന ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ അവറുകൾ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ സമാദരണീയനായ പ്രസിഡന്റ് കൂടിയായ സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയും അതിനുവേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. സന്നദ്ധാന പ്രസംഗം ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പൽ ശൈഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അവറുകൾ നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന ഇന്ത്യയിലെ ഈജിപ്ത് അംബാസഡർ ഇസൈനസ് ഖാലിദ് അൽ ബഖലി, അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ ഉസ്താദ് ഷെയ്ഖ് മുഫ്തി ഖലീൽ അഹമ്മദിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ നമ്മുടെ വേദിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന സമാദരണീയനായ കേന്ദ്രമന്ത്രി അഹമ്മദ് സാഹിബ്, ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ഏത് പരിപാടിയിലും സന്തോഷപൂർവ്വം അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ഈ സമ്മേളനത്തിനും അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുക. ഇവിടെ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ പി പി ഇബ്രാഹിം മുസ്ലിയാർ പാറന്നൂർ അവറുകൾ, അദ്ദേഹം എത്തിയിട്ടില്ല, ശാരീരിക അസ്വസ്ഥമുണ്ട് എന്നറിയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗേശി കൊടുക്കുക. അതുപോലെ തന്നെ ടി കെ എം ബാബു മുസ്ലിയാർ അവറുകൾ, അദ്ദേഹത്തിനും അള്ളാഹു ഷിഫയെ നൽകുമാറാകട്ടെ. പിന്നീട് നമ്മോട് സംസാരിക്കുന്ന കോട്ടുമല ബാബു മുസ്ലിയാർ അവറുകൾ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സമാദരണീയനായ ചെയർമാൻ സാദ് PKP അബ്ദുസ്സലാം മുസ്ലിയാരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരായ പ്രഭാഷകർ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും റഹ്മത്തുള്ള നിമിടവും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ നമ്മുടെ ഈ യോഗത്തിന് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാര്, അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര്, പോലീസുകാര്, അവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇത് പുറം ലോകത്തേക്ക് എത്തിക്കുന്ന ബൈലക്സ്, അതുപോലെ തന്നെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തുടങ്ങിയ നെറ്റ് സംവിധാനങ്ങൾ, അതിലൂടെ ആയിരക്കണക്കായ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ദർശന ടിവിയും ഇതിന്റെ തത്സമയ സംപ്രേഷണം നടത്തുന്നു. ലക്ഷക്കണക്കായ ആളുകൾ അതിലൂടെ ഈ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയും ഹാർദവമായി അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇനി ഇതിലൂടെ എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും ഈ സമ്മേളനത്തിൽ ഇതിന്റെ സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടുത്തെ ദേശ പ്രതിനിധികൾക്ക് പ്രത്യേകമായി സ്വാഗതം ആശംസിക്കാൻ ആഗ്രഹിക്കുന്നു. Now I am very pleased to welcome to the dignitaries on this day, especially the chief persons of this function, Honorable His Highness Bakari Khalid Al-Bakali, the Egyptian ambassador to India, and Mufti Khalil Ahmad, the principal, Islamia University, Hyderabad. Our chief guest, Mr. Bakali, Khalid Bakali, he reached here to attend this function, putting aside all of his official duties. Once again, I cordially welcome our guest. Also, I welcome Mufti Khalil Ahmad, one of the leading Islamic scholars who has played a major role in shaping the Nizamiya University, the proponent of a standard Islamic higher education center in India. I like to spend this time in welcoming Mr. Dr. Shaban Cook, eminent scholar from Turkey, who is the Vice President of Education Endowment Trust in Turkey. He is the man who spent most of his time after his arrival in Kerala to visit the Islamic education institutions and to share his visit experience with the students. A group of Malaysian dignitaries are also came here, including Mr. Dato Karim and Mr. Hussain. I also welcome them to this eminent function. ഒപ്പം ഇവിടെ അതിഥികളായി നമ്മുടെ സ്നേഹിതന്മാരിവിടെ എത്തിയിട്ടുണ്ട്. ആദരണീയനായ കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട മംഗലാംകുഴി അലി സാഹിബ്, അതുപോലെ തന്നെ മുൻ MP TV അബ്ദുൽ വഹാബ് സാഹിബ് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ നമ്മുടെ സുഹൃത്തുക്കൾ ഈ വേദിക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ KPA മജീദ് സാഹിബ് ഇവിടെയുണ്ട്. അവരെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയ പണ്ഡിത വര്യന്മാര്, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഭാരവാഹികളും അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ, ജാമിയയുടെ ജനറൽ ബോർഡ് അംഗങ്ങളും ജാമിയയുടെ മറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം എന്റെ സഹോദരങ്ങളും അവരുടെയൊക്കെ മക്കളൊക്കെ ഇവിടെയുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രൊഫസർ സിഖുർ റഹ്മാൻ, അദ്ദേഹവും ഇവിടെയുണ്ട്. ഇന്ത്യ അറബ് ഫൗണ്ടേഷന്റെ ചെയർമാൻ, ഇന്നലെ മുതൽ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഹുറകളെ വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു.